കാർബൺ ഫണ്ട് ലക്ഷ്യമിട്ട് ജില്ലയിലെ 4 താലൂക്കുകളിൽ സംസ്ഥാന സർക്കാർ വനവൽക്കരണത്തിൽ പദ്ധതിയിട്ടതായും അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് CHR മേഖലയുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഒളിച്ചുകളിയെന്നും DCC പ്രസിഡന്റ് CP മാത്യു ആരോപിച്ചു. നെടുങ്കണ്ടം ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ ചുമതലയേൽക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CHR വിഷയവുമായി ബന്ധപ്പെട്ട് ഓരോ മേഖലയിലും ഓരോരോ പ്രശ്നങ്ങൾ അത് കർഷകരെ വീർപ്പ് മുട്ടിക്കുകയാണ്. അവിടെ പോയി ഒരു പുരവയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കെട്ടിടത്തിൽ നമ്പർ കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥാവിശേഷം സംജാതമാക്കിയിരിക്കുന്നു. കാർബൺ ഫണ്ട് കിട്ടും എന്ന പ്രതീക്ഷയിൽ കാർബൺ ഫണ്ട് വാങ്ങിക്കുവാൻ വേണ്ടിയുണ്ടാകുന്ന എല്ലാവിധ സ്വരുക്കൂട്ടവുമാണ് ഈ ഹൈ റേഞ്ച് മേഖലയെ പിന്തള്ളി മുഴുവൻ കാടാക്കി മാറ്റി കൊടുത്തേക്കാം എന്നുള്ള രഹസ്യമായ നീക്കത്തിന്റെ ഭാഗമാണ് കാർബൺ ഫണ്ടിന് വേണ്ടിയുള്ള രഹസ്യമായ നീക്കമാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കേരളത്തിലെ ഭരണകൂടവും ഇപ്പോൾ അവർക്ക് അനുകൂലമായി നിൽക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ് സത്യം. CHR പ്രദേശം വനമാണെന്ന് നിയമസഭയിൽ മന്ത്രി പറഞ്ഞതും ഇതുമായി ബന്ധപ്പെട്ട കേസിൽ കോടതിയിൽ റിപ്പോർട്ട് നൽകിയതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണ്. ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന MM മണിയും രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിയായ റോഷി അഗസ്റ്റിനും അറിഞ്ഞുകൊണ്ടാണ് നിർമ്മാണ നിരോധനം ഉൾപ്പെടെയുള്ള കർഷക വിരുദ്ധ നിലപാടുകൾ സർക്കാർ സ്വീകരിച്ചത്. എന്നാൽ പൊതുജനങ്ങളെ വിഡ്ഢികളാക്കാൻ ഇവർ നിരന്തരം സമരം നടത്തുകയാണെന്നും CP മാത്യു പറഞ്ഞു. നെടുങ്കണ്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ ചുമതലയേൽക്കുന്ന യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CS യശോധരൻ അധ്യക്ഷത വഹിച്ചു. AICC അംഗം EM അഗസ്തി, നേതാക്കളായ ഇബ്രാഹിംകുട്ടി കല്ലാർ, ജോയി തോമസ് രാജൻ, ജോയി വെട്ടിക്കുഴി, MD അർജുനൻ, YC സ്റ്റീഫൻ, രാജു എടത്വ, ബിജോ മാണി, KN തങ്കപ്പൻ, അഡ്വക്കേറ്റ് ജയ്മോൻ, ബെന്നി തുണ്ടത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. CS യശോധരൻ പ്രസിഡന്റായ ബ്ലോക്ക് കമ്മിറ്റിയാണ് ചുമതലയേറ്റത്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.